ഇനി നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് സബ്സ്ക്രൈബേഴ്സിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിട്ടായിരിക്കും. ഒരുപാട് വിശദീകരിക്കാതെ ചോദ്യത്തിനുള്ള ഉത്തരം സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എല്ലാ ദിവസങ്ങളിലും മാക്സിമം വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഒരു Q&A സെക്ഷൻ എന്ന രീതിയിലായിരിക്കും വീഡിയോകൾ ചെയ്യുന്നത്. ഞാൻ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾ കൂടുതലായിട്ടും ലൈക്ക് കിട്ടുന്ന ചോദ്യങ്ങളായിരിക്കും. അതായത് നിങ്ങളൊരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റുകളായിരിക്കും ഞാൻ ഈ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് ഉള്ള ചോദ്യങ്ങളുമായിരിക്കും. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇന്നത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് മുകേഷ് ആറാണ്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, എല്ലാം വളരെ ഉപകാരപ്രദം ഉള്ളതാണ്. എനിക്ക് ചെറിയ സംശയം എന്താണെന്നാൽ വയറിന് വേണ്ടി വ്യായാമം ചെയ്യുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നത് എങ്ങനെ? വ്യായാമം ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞാണ് വെള്ളം കുടിക്കേണ്ടത്? ഓക്കെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. നമ്മൾ എത്ര വലിയ വ്യായാമം ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ എത്ര ചെറിയ വ്യായാമം ചെയ്ത് കഴിഞ്ഞാലും ശരീരത്തിൽ ജലാംശത്തിൻ്റെ അളവ് നിലനിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ വേണ്ടത്ര ജലാംശമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടും, അതുപോലെ തന്നെ തലകറക്കം അനുഭവപ്പെടും, അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഒരു വ്യായാമം ചെയ്യുന്നതിന് മുൻപ് എത്ര വെള്ളം കുടിക്കണം? ഒരു വ്യായാമം ചെയ്യുന്നതിന് ഇടയിൽ എത്ര വെള്ളം കുടിക്കണം? അതുപോലെ തന്നെ ഒരു വ്യായാമം കഴിഞ്ഞതിന് ശേഷം എത്ര വെള്ളം കുടിക്കണം എന്നുള്ളതിന് ഒരു ശരിയായ നിയമം ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഓരോ ആളുകളും വ്യത്യസ്തരാണ്. ഓരോ ആളുകളും ചെയ്യുന്ന വർക്കൗട്ടുകൾ വ്യത്യസ്തമാണ്. ഓരോ ആളുകൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വിയർപ്പിൻ്റെ അളവ് വ്യത്യസ്തമാണ്. ചെയ്യുന്ന കാലാവസ്ഥ വ്യത്യസ്തമാണ്. കാലാവസ്ഥയിലുള്ള ചൂട്, ഈർപ്പം ഇതെല്ലാം വ്യത്യസ്തമാണ്. എത്ര വെള്ളം കുടിക്കണം എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിച്ചിരിക്കും. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. കൂടുതൽ റിസർച്ചും പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒരു വർക്കൗട്ട് തുടങ്ങുന്നതിന് 2-3 മണിക്കൂർ മുൻപ് നിങ്ങൾ 500 ml അതുപോലെ തന്നെ 600 ml വെള്ളം കുടിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു വർക്കൗട്ട് തുടങ്ങുന്നതിൻ്റെ 20-30 മിനിറ്റ് മുൻപ് നിങ്ങൾ 240 ml വെള്ളം കുടിച്ചിരിക്കണം. നിങ്ങളൊരു വർക്കൗട്ട് ആരംഭിച്ചതിന് ശേഷം ഓരോ 20 മിനിറ്റിലും നിങ്ങൾക്ക് 200 മുതൽ 240 ml വരെ വെള്ളം കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു വർക്കൗട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ 30 മിനിറ്റിനുള്ളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും 240 ml എങ്കിലും വെള്ളം കുടിച്ചിരിക്കണം. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഫാക്ടേഴ്സ് ഇതുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുന്നു, എത്ര വിയർപ്പ് നഷ്ടപ്പെടുന്നു, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കണം. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് ഒരു റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഒരു വർക്കൗട്ടിന് മുൻപും ശേഷവും എന്തെല്ലാം ഭക്ഷണം കഴിക്കണം എന്നുള്ളതിനെ പറ്റി ഞാൻ വളരെ വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, തീർച്ചയായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക. എന്തായാലും നമ്മൾ ഇന്ന് സംസാരിച്ചത് വെള്ളം കുടിക്കുന്നതിനെ പറ്റിയിട്ടാണ്. വർക്കൗട്ടിന് മുൻപും ശേഷവും അതുപോലെ തന്നെ ഇൻ ബിറ്റ്വീനും വെള്ളം കുടിക്കുന്നതിനെ പറ്റിയിട്ടാണ്. വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് നമുക്ക് നാളെ കാണാം. ദിസ് ഇസ് ബിബിൻ, സൈനിങ് ഓഫ്.